നമസ്കാരം. സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. രാത്രിയുടെ മറവിൽ വെനിസ്വേല സമയം രാത്രി 2 മണി, വെളുപ്പാൻ കാലം 2 മണി സമയത്ത് അമേരിക്കയുടെ പോർ വിമാനങ്ങൾ പറന്നിറങ്ങുകയാണ്. വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിന് നേരെ ഹെലികോപ്റ്ററുകളും F-35 വിമാനങ്ങളും അതിനകമ്പടിയായി വൻതോതിലുള്ള കപ്പൽ സേനാ വ്യൂഹവും എല്ലാം തന്നെ വെനിസ്വേലയുടെ മണ്ണിൽ ഇറങ്ങി. വെനിസ്വേലയുടെ മണ്ണിൽ നിന്നും വെനിസ്വേലയുടെ അതീവ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്ന പ്രസിഡന്റിൻ്റെ വസതി വളഞ്ഞ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നപ്പോൾ ലോകം അമ്പരന്നു. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയും ഇത് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. നോക്കൂ, നിക്കോളാസ് മഡുറോ അമേരിക്ക വിരുദ്ധനായ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് കൂട്ടായ്മയെ നയിക്കുന്ന ഒരാളാണ്. വെനിസ്വേല എന്ന സമ്പന്ന രാജ്യം ഒരുപക്ഷെ സൗദി അറേബ്യയിൽ ഉള്ള ഓയിൽ റിസർവ്സിനേക്കാൾ കൂടുതൽ വെനിസ്വേലയുടെ മണ്ണിനടിയിലുണ്ട്. അതിൻ്റെ ഏതാണ്ട് 40% മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. മറ്റെല്ലാം തന്നെ ഹിഡൻ വെൽത്തായി വെനിസ്വേലയിൽ എണ്ണപ്പാടങ്ങളായും ഗ്യാസ് ഫീൽഡുകളായും ഉണ്ട്. ഒരുപക്ഷെ അതിൽ മേലായിരിക്കാം കണ്ട്. അത്രയും വികസിത അല്ലെങ്കിൽ അത്രയും വലിയ സമ്പന്നമായ രാജ്യം ആണെങ്കിൽ പോലും രാജ്യത്തെ ജനങ്ങൾ പട്ടിണി പാവങ്ങളാണ്. 2.25 കോടി, 2,80,00,000 അതാണ് വെനിസ്വേലയുടെ ജനസംഖ്യ. അതിൽ 80,000-ഓളം പേര് പട്ടിണി മൂലവും രാഷ്ട്രീയ വിയോജിപ്പുകൾ മൂലവും പീഡനം മൂലവും രാജ്യം വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിൽ പലരും അമേരിക്കയിലേക്ക് തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് തന്നെ പലായനം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണക്രമത്തിന്, നിക്കോളാസ് മഡുറോയുടെ ഭരണക്രമത്തിന് അവിടെ നീതി പുലർത്താൻ കഴിയുന്നില്ല. അതികഠിനമായ അഴിമതിയും അരാജകത്വവും അക്രമവും, അതിന് പുറമെ ഡ്രഗ് കാർട്ടലുകളുടെ പ്രവർത്തനവും, ഇതെല്ലാമാണ് വെനിസ്വേലയുടെ മുഖമുദ്ര. ഇതാണ് അമേരിക്കൻ ഭാഷ്യം. അങ്ങനെയെങ്കിൽ വെനിസ്വേലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫെൻറ്റനൽ പോലെയുള്ള മാരകമായ ഈ രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ, അത് അമേരിക്കയിലെത്തുകയും അമേരിക്കൻ യുവതയുടെ ആരോഗ്യം കാർന്നെടുക്കുകയും ചെയ്യുന്നു എന്ന ഒരു ആരോപണം ഏറെക്കാലമായി ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കൂ, വെനിസ്വേലയിൽ ഡ്രഗ് കാർട്ടലുകൾ സജീവമാണ്, സമ്മതിച്ചു. അതേസമയം അതിനേക്കാൾ കൂടുതൽ ഡ്രഗ് കാർട്ടലുകളുള്ളത് അയൽ രാജ്യമായ കൊളംബിയയിലാണ്. അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങൾ, 33 രാജ്യങ്ങളോളം ലാറ്റിൻ ഭാഷകൾ സംസാരിക്കുന്ന ഇടങ്ങൾ എന്ന രീതിയിലാണല്ലോ ലാറ്റിൻ അമേരിക്കയെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ബ്രസീലും മറ്റേതാണ്ട് എല്ലാ രാജ്യങ്ങളും, ഏറെക്കുറെ രാജ്യങ്ങളെല്ലാം തന്നെ സ്പാനിഷ് കോളനികളായിരുന്നു മുൻകാലത്ത്. അവിടെയൊക്കെ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളാണ്, വെനിസ്വേല ഉൾപ്പെടെ. ഈ ഹിസ്പാനിക് മേഖലകളിൽ വൻതോതിൽ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. ഡ്രഗ് കാർട്ടലുകളുടെ, കോട്ടറുകളുടെ പ്രവർത്തനം വളരെ സജീവമാണ്. ഇതെല്ലാം തന്നെ ചില ഭരണകൂടങ്ങളെ താങ്ങി നിർത്തുകയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ് സെൻട്രൽ അമേരിക്ക, കരീബിയൻ, ലാറ്റിൻ അമേരിക്ക മേഖലയിലെല്ലാം ഉള്ളത്. അത് വാസ്തവമാണ്. പക്ഷേ ആ കാരണം പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് വെനിസ്വേല എന്ന രാജ്യം മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, വെനിസ്വേല രാജ്യത്ത് നിന്ന് കടന്നു വരുന്ന ഡ്രഗ്സാണ് അമേരിക്കയ്ക്ക് ഭീഷണി. അതുകൊണ്ട് അമേരിക്കയുടെ സുരക്ഷിതത്വം അവതാളത്തിലായിരിക്കുന്നു. അമേരിക്കയുടെ നിയമമനുസരിച്ച് അമേരിക്കൻ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഏത് രാജ്യത്തെ നേതാവിനെയും തട്ടിക്കൊണ്ടുവന്ന് അമേരിക്കയുടെ വിചാരണയ്ക്ക് വിധേയമാക്കി വേണ്ടി വന്നാൽ വധിക്കാൻ അവകാശമുണ്ട്. നോക്കൂ, മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയ ആളുകളാണ്. സദ്ദാം ഹുസൈൻ പറഞ്ഞ കേസ് എന്താണ്? സദ്ദാം ഹുസൈൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നല്ല പറഞ്ഞത്. പറഞ്ഞ ന്യായം, സദ്ദാം ഹുസൈൻ ഈസ് മേക്കിംഗ് WMD, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, രാസ ആയുധങ്ങൾ, ജൈവ ആയുധങ്ങൾ. അപ്പോൾ ഒരു ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ പര്യാപ്തമായ വൻപൻ നശീകരണ ആയുധങ്ങൾ സദ്ദാം ഹുസൈൻ്റെ അവനാഴിയിലുണ്ട് എന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. അങ്ങനെ 2003 സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി സൈനിക നടപടികളിലൂടെ സദ്ദാം ഹുസൈനെ പിടിച്ചെടുത്ത് അദ്ദേഹം ഒളിവിൽ പോയി. വലിയ സാഹസമായ പ്രവർത്തനത്തിന് അവസാനം സദ്ദാം ഹുസൈനെ പിടികൂടി അമേരിക്കയിൽ കൊണ്ടുവന്ന് ഒരു കാങ്കരോ കോർട്ട് വിധി നൽകി തൂക്കിക്കൊല്ലുന്ന ഒരു കാഴ്ച. അതൊന്ന്. 2, അമേരിക്കയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം 9/11/2001.
അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഓസാമ ബിൻ ലാഡൻ അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാർ കാബൂൾ മേഖലയിൽ നിന്നും മാറി പാകിസ്ഥാനിലെ അബട്ടബാദിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ അബട്ടബാദിലേക്ക് പിന്തുടർന്ന് ചെന്ന് ഡെൽറ്റ ഫോഴ്സ്, ഇതേ ഫോഴ്സിൻ്റെ തന്നെ സഹായത്തോടു കൂടി കമാൻഡോ ഓപ്പറേഷനിലൂടെ അബട്ടബാദിലെ അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിട സമുച്ചയത്തിൽ നിന്നും അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. വിചാരണയൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തെ വധിച്ച് അദ്ദേഹത്തിന് ശവശരീരം പോലും ആരും കാണാത്ത രീതിയിൽ മറവ് ചെയ്തു. ഒരുപക്ഷെ സമുദ്രത്തിൽ വിലയം പ്രാപിച്ചു എന്ന രീതിയിലാണ് കണക്കുകൾ വരുന്നത്. അത് മറ്റൊരു ഉദാഹരണം. അതുപോലെ ഇതിന് സമാനമായ കാര്യത്തിൽ ഈ മഡുറോയുടെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ ഏതാനും 2 പതിറ്റാണ്ട് മുൻപ് 2001 ആണെന്ന് തോന്നുന്നു, മറ്റൊരു പാനമ എന്ന മറ്റൊരു രാജ്യത്തിൻ്റെ, ലാറ്റിൻ അമേരിക്കയിലെ തന്നെ പാനമ എന്ന രാജ്യത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് മാനുവൽ നോറിയേഗയെ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് അന്ന് ജോർജ് ബുഷ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം ഒരു സൈനിക നടപടിയിലൂടെ 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സൈനിക നടപടിയിലൂടെ പാനമയിലേക്ക് സൈന്യത്തെ അയച്ചു. 20,000-ഓളം സേനകളെയാണ് അയച്ചത്. തട്ടിക്കൊണ്ടുവന്ന് അമേരിക്കയിൽ വിചാരണ ചെയ്ത് പിന്നീട് തടവിലാക്കി നാട് കടത്തി അവസാനം അന്ത്യകാലത്താണ് അദ്ദേഹത്തിന് തിരിച്ചു പാനമയിൽ വന്ന് മരിക്കാനായിരുന്നു വിധി. സമാനമായ വിധിയാണോ നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും കാത്തിരിക്കുന്നത്? അത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. ഇത് ഉയർത്തുന്ന ഒരു വ്യാപകമായ ചില ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോയുടെ പ്രസക്തി. ഇത് അവലോകനം ചെയ്യുക. കാരണം ഇന്നത്തെ പത്രത്തിലും മറ്റ് വീഡിയോ റിപ്പോർട്ടുകളിലും എല്ലാം തന്നെ എന്താണ് സംഭവിച്ചതിൻ്റെ തലനാഴ കീറിയുള്ള ചിത്രം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുകൊണ്ട് ലോകത്തിന് എന്ത് സംഭവിക്കും? ലോകക്രമത്തിന് എന്താണ് സംഭവിക്കുക? ഇന്ത്യയുടെ നിലപാട് എന്താണ്? ലോകരാജ്യങ്ങളുടെ നിലപാട് എന്താണ്? ഇനി എങ്ങനെയാണ് ലോകം ഇതുപോലെയുള്ള കാര്യങ്ങളെ നേരിടേണ്ടത്? അതോ ഇത് അനുവദിച്ചു കൊടുക്കാവുന്നതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു സമയം ആയിരിക്കുന്നു. നോക്കൂ, അമേരിക്ക പറയുന്നൊരു കാര്യമുണ്ട്, റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ. ചില ചട്ടങ്ങളനുസരിച്ച് ലോകക്രമം മുന്നോട്ട് പോകണം. ആരുണ്ടാക്കുന്ന ചട്ടങ്ങൾ? ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കുന്ന ചട്ടങ്ങളല്ല, മറ്റു ചട്ടങ്ങളല്ല. അമേരിക്കയ്ക്ക് ഹിതകരമാകുന്ന ചില ചട്ടങ്ങളനുസരിച്ച് ലോകം മുന്നോട്ട് പോകണം. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത ഏതെങ്കിലും നിലപാടുകൾ ഏതെങ്കിലും രാജ്യം സ്വീകരിക്കുന്നുവെങ്കിൽ അവിടെ കടന്നു ചെന്ന് അമേരിക്കയുടെ നീതി നിർവഹണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ തകർക്കുകയും ആ രാജ്യത്തിൻ്റെ നേതാക്കളെ പിടിച്ചുകൊണ്ടുവരികയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യുക എന്നത് അമേരിക്കയുടെ നയമായി മാറിയിരിക്കുന്നു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ച 1945 ശേഷം 33 ഇടങ്ങളിലാണ് ലോകരാജ്യങ്ങളിൽ 195 ലോകരാജ്യങ്ങളിൽ 33 ലോകരാജ്യങ്ങളിലാണ് അമേരിക്കൻ ഇടപെടലുണ്ടായി ഭരണമാറ്റം, അമേരിക്ക സെൻട്രിക് ഓപ്പറേഷനിലൂടെ ഭരണമാറ്റം സാധ്യമായത്. അതിൽ ഏറ്റവും അവസാന ഉദാഹരണം നമ്മൾ കണ്ടതാണ്. സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചു. ബാഷിർ അൽ അസദിനെ മാറ്റിക്കൊണ്ട് ഒരു അമേരിക്കൻ അനുകൂലിയായ മുൻ ഭീകരൻ കൂടിയായ ഒരാളെ അൽ ഷറായെ ഭരണത്തിലെത്തിച്ച ഒരു ഉദാഹരണം. സമാനമായ രീതിയിൽ വെനിസ്വേലയിലും ഒരു ഭരണമാറ്റം ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് അമേരിക്ക. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു, ഇതാ ഞങ്ങൾ വെനിസ്വേല ഏറ്റെടുത്ത് കഴിഞ്ഞു. ഏറ്റെടുക്കുമെന്ന് പറയുന്നത് 2-3 കാര്യങ്ങളായിരുന്നു. ട്രംപ് ഭരണത്തിലെത്തിയ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ട്രംപിൻ്റെ പ്രസ്താവന എല്ലാവരും ഓർക്കുമല്ലോ. ഞങ്ങളിതാ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ള വലിയൊരു ദ്വീപായ വടക്കൻ അർദ്ധഗോളത്തിലെ വലിയൊരു ലാൻഡ് മാസായ ഗ്രീൻലാൻഡ് എടുക്കുകയാണ്. അവിടുത്തെ ധാതുക്കളും മിനറൽസുമാണ് ട്രംപിൻ്റെ ആഗ്രഹം. പിന്നെ പറഞ്ഞു കാനഡ, അമേരിക്കയുടെ തൊട്ടടുത്ത രാജ്യമാണ്, അമേരിക്കയേക്കാൾ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് കാനഡ. ഞങ്ങൾ എടുക്കുകയാണ്. അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി ഞങ്ങൾ കാനഡയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അത് പറഞ്ഞു. കാനഡക്കാർ ചെവിക്കൊണ്ടില്ലാതെ മറ്റൊരു കാര്യം. അങ്ങനെ എളുപ്പം എടുക്കാവുന്ന രാജ്യമല്ല കാനഡ, ഇത് മറ്റൊരു കാര്യം. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യവുമാണ്. പ്രത്യേകിച്ച് ശത്രുതയൊന്നും തന്നെയില്ല. ട്രംപിൻ്റെ ചില മോഹങ്ങളാണ്. പക്ഷേ കാനഡയിൽ അതിശക്തമായ അമേരിക്ക വിരുദ്ധത ഉണ്ടായി എന്നത് മറ്റൊരു കാര്യം. അതുപോലെ പാനമ, തെക്ക് വടക്ക് അമേരിക്കകളെ വേർതിരിക്കുന്ന പാനമ എന്ന രാജ്യത്തിലൂടെയാണ്, മധ്യ അമേരിക്കയിലെ രാജ്യമാണ് പാനമയിൽ ഞങ്ങൾ ആ പാനമ കനാലിൻ്റെ നിയന്ത്രണം ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ്. അതുപോലെ റിവിയറ സ്ഥാപിക്കും, വെസ്റ്റ് ബാങ്കിൽ ഗാസയിൽ റിവിയറ സ്ഥാപിക്കും എന്നതും ട്രംപിൻ്റെ പ്രശസ്തമായ കൊട്ടേഷൻസിൽ ഒന്നാണ്. സമാനമായ കൊട്ടേഷൻസ് ഒന്നും തന്നെ ഈ കാര്യത്തിൽ വെനിസ്വേലയിൽ നടത്തിയില്ലെങ്കിലും ശക്തമായ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഇതാ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വെനിസ്വേലയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രസിഡന്റും ഭാര്യയും നിഷ്കാസിതരായിരിക്കുന്നു. അമേരിക്ക തട്ടിക്കൊണ്ടുപോയി ന്യൂയോർക്കിൽ അവരിപ്പോൾ തടവിലാണ്. ബ്രൂക്ലിനിൽ ഒരു ജയിലിൽ തടവിലാണ്. ഒരു ഹെലികോപ്റ്ററിൽ തട്ടിക്കൊണ്ടുപോയി
അമേരിക്കൻ കപ്പലിൽ അമേരിക്കയിലേക്ക് എത്തി, ന്യൂയോർക്കിലെത്തി, ഇപ്പോൾ അവിടെ തടവിലാണ് എന്നാണ് ഇപ്പോഴത്തെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ. വിചാരണ, ഇനി നാർക്കോട്ടിക് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്യും. വിചാരണയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരിക്കൽ പോലും അത് വിട്ടുകൊടുക്കാൻ അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തി വിടാനുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം തീർന്നു. നിക്കോളാസ് മഡുറോയുടെ കാര്യം ഏതാണ്ട് അവസാനിച്ചു. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വെനിസ്വേലയിലെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാവുന്ന ഒരു സംവിധാനമാവില്ല ഇനി വെനിസ്വേല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം ഭരണത്തിൽ വൈസ് പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കും. സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഡെൽസി റോഡ്രിഗസ് ആണ് വെനിസ്വേലയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ വെനിസ്വേല ഭരണഘടനയുടെ 233 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവ് വന്നാൽ, ഏതെങ്കിലും കാരണത്തിൽ മരണം, രാജി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും കാരണത്താൽ ഒഴിവ് വന്നാൽ, വൈസ് പ്രസിഡന്റ് ഷാൽ ടേക്ക് ഓവർ ആസ് ദ പ്രസിഡന്റ്. അത് താൽക്കാലികം മാത്രമാണ്. 30 ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു ഭരണകൂടം ഉണ്ടാകണം. പക്ഷെ അതിനുള്ള സാധ്യത അമേരിക്ക ഒരുപക്ഷെ അനുവദിക്കില്ല. അമേരിക്കയുടെ സൈന്യം ഏതാണ്ട് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 15,000-ഓളം സോൾജിയേഴ്സ്, അമേരിക്കയുടെ മറീനുകളും മറ്റ് സേനാ വിഭാഗങ്ങളും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും എല്ലാം ചേർന്ന വിവിധ സൈനിക യൂണിറ്റുകൾ വെനിസ്വേലയുടെ ചുറ്റുപാടുമുണ്ട്, അല്ലെങ്കിൽ വെനിസ്വേലയ്ക്ക് ഉള്ളിലുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ കപ്പലുകൾ, 11ഓളം യുദ്ധക്കപ്പലുകൾ, ഒരു വിമാനവാഹിനി കപ്പൽ, എല്ലാം തന്നെ ആ ഗൾഫിൽ, ആ പ്രദേശം, അതാണല്ലോ കരീബിയൻ കടൽ, ആ കരീബിയൻ കടലിൽ നെങ്കൂരമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും അവിടെ ഒരു ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടേക്കാം. ഒന്നുകിൽ വെനിസ്വേലൻ സൈന്യം അധികാരം ഏറ്റെടുക്കും. അമേരിക്ക നേരിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു പാവ സർക്കാരിനെ ഒരുപക്ഷെ നിയോഗിക്കും. അതിനു മുൻപ് ഒരു സൈനിക ഒരു ഭരണത്തിലേക്ക് വന്നേക്കാം. അതിനുശേഷം അമേരിക്ക ആഗ്രഹിക്കുന്നത്, അമേരിക്കയുടെ സുഹൃത്തു കൂടിയായ ഇപ്പോഴത്തെ സമാധാന നൊബേൽ സമ്മാന ജേതാവായ വെനിസ്വേലക്കാരിയായ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മറിയ കൊറയോ മക്കാഡോ ഒരുപക്ഷെ പുതിയ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവരോധിതയാക്കപ്പെട്ടേക്കാം. ഇപ്പോൾ നിലവിൽ ഓസ്ലോയിൽ, നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ അവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് നിമിഷവും അമേരിക്കയുടെ സഹായത്തോടു കൂടി വെനിസ്വേലയിലേക്ക് പറന്നെത്തി അധികാരം ഏറ്റെടുത്തേക്കാം. അല്ല എങ്കിൽ ഇപ്പോൾ പ്രവാസത്തിലുള്ള അവിടുത്തെ പ്രതിപക്ഷ നേതാവ് എഡ്മണ്ടോ ഗോൺസാലസ് യുർഷ്യ എന്ന് പറയുന്ന ആ നേതാവ് ഒരു പക്ഷേ കടന്നു വന്നേക്കാം. അതുകൊണ്ട് അമേരിക്ക അനുകൂലമായ ഒരു ഭരണകൂടം വെനിസ്വേലയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തൽക്കാലത്തേക്ക് ഒരു പക്ഷേ അമേരിക്കൻ സൈന്യം നേരിട്ടോ അല്ലെങ്കിൽ വെനിസ്വേലൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടോ തീർച്ചയായും അധികാരം ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ലോകത്തോടായി പറഞ്ഞു, ഞങ്ങൾ വെനിസ്വേലയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അവിടെ ദീർഘകാലം ആഭ്യന്തര കലഹത്തിലേക്ക്, ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള രാജ്യം കൂടിയാണ്. വലിയ ഒരു വീര ഇതിഹാസമായിരുന്നു ഹ്യൂഗോ ഷാവേസ്. അദ്ദേഹം 1992 അദ്ദേഹം പട്ടാളക്കാരനായിരുന്ന സമയത്ത് ഒരു അട്ടിമറിയിലൂടെ അന്നത്തെ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തെ മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ 1998 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രസിഡൻ്റായി മാറി. 99 വെനിസ്വേലയുടെ വെൽത്ത് എണ്ണപ്പാടങ്ങൾ അദ്ദേഹം ദേശസാൽക്കരിച്ചു. അപ്പോഴാണ് അമേരിക്ക അപകടം മണത്ത അമേരിക്കൻ കമ്പനികൾക്ക് ഇനി വെനിസ്വേലയിൽ നിർബാധം പ്രവർത്തിക്കാനാവില്ല. അന്ന് മുതൽ അമേരിക്ക പ്ലോട്ട് ചെയ്യുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്, സ്കീം ചെയ്യുകയാണ്. വെനിസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കണം. ഹ്യൂഗോ ഷാവേസിനെതിരെ തന്നെ അട്ടിമറി ശ്രമം ഉണ്ടായി 2002. അതൊരു ഫെയിൽഡ് കൂ അറ്റംപ്റ്റ് ആയിരുന്നു. അത് നടന്നില്ല. ഹ്യൂഗോ ഷാവേസ് അവിടെ ഒരു അംഗത്തിനുള്ള ബാല്യം കൂടി തനിക്കുണ്ടെന്ന് തെളിയിച്ചു. പക്ഷേ 2013 ഹ്യൂഗോ ഷാവേസിൻ്റെ മരണശേഷം അദ്ദേഹത്തെ നിഴല് പോലെ പിന്തുടർന്നിരുന്ന ഒരു ബസ് ഡ്രൈവർ കൂടിയായിരുന്ന നിക്കോളാസ് മഡുറോ, അദ്ദേഹം വലിയ ശിക്ഷകനാണ്, ഹ്യൂഗോ ഷാവേസിൻ്റെ അതേ ലൈനിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തെ വലിയ ആരവത്തോടുകൂടി അദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ ഒരു നാരോ മാർജിനിലാണെങ്കിലും അദ്ദേഹം ജയിച്ചു വന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ, പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പ്, 2015, 2024 അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള റിഗ്ഗിങ് നടന്നു എന്നാണ് അവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ നിയമവിധേയമല്ലാത്ത കുൽസിത മാർഗത്തിലൂടെ അധികാരത്തിൽ തുടരുന്ന മഡുറോയെ പുറത്താക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പ്രതിപക്ഷങ്ങൾ. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു നീക്കം ഒരുപക്ഷെ വെനിസ്വേലയിലെ നിലവിലുള്ള പ്രതിപക്ഷത്തിന് ആഹ്ലാദിക്കാൻ അവസരമുണ്ട്. അവരൊരുപക്ഷെ ഭരണത്തിലേക്ക് വരും. ആത്യന്തികമായി സംഭവിക്കുന്നത് അമേരിക്കൻ എണ്ണ കമ്പനികൾ
വൻതോതിൽ വെനിസ്വേലയിൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്, ഡ്രില്ലിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ 6 പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ വെനിസ്വേലയിൽ അവരുടെ അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സംഭവിക്കാനിരിക്കുന്നത് ഏതാണ്ട് കൃത്യമായി പറയാൻ സാധിക്കും. വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപം ഊറ്റിയെടുക്കാനായി വൻപൻ ബഹുരാഷ്ട്ര കുത്തകകൾ, അമേരിക്ക നിയന്ത്രിക്കുന്ന കുത്തകകൾ അവിടേക്ക് വരാനുള്ള സാധ്യതയാണ്. എന്നിട്ട് വൻതോതിൽ എണ്ണ ഖനനം ചെയ്യും. എന്നിട്ട് പറയും, ഞങ്ങളിതാ അഴിമതി ഉന്മൂലനം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത വെൽത്തിൻ്റെ ഒരു ഭാഗം ഇതാ ഞങ്ങൾ വെനിസ്വേലയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ 2.25 കോടി ജനങ്ങൾ വളരെ ആഹ്ലാദിച്ചിതരാകും. കാരണം അവർക്ക് ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം, ഇത് മഡൂറോയുടെ കാലത്തോ അതിനു മുമ്പ് ഷാവേസിൻ്റെ കാലത്തോ അനുഭവവേദ്യമായില്ലാത്ത രീതിയിലുള്ള പുരോഗതി, ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ അമേരിക്കയുടെ സഹായമുള്ള ഒരു ഗവൺമെൻറ്റിന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലതുപക്ഷ ഗവൺമെൻറ്റിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് വെനിസ്വേലൻ ജനത വിശ്വസിക്കും. അതുമാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ഈ മാതൃക അവിടെ ചിലർ ആഗ്രഹിക്കും. ആദ്യം ആഗ്രഹിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഇറാനിലെ ജനതയാണ്. അവിടെയും ഇങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തങ്ങൾക്ക് പ്രയോജനമുണ്ടാകാം. ഇതെല്ലാം പ്രൊജക്ഷൻസ് മാത്രമാണ്, അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ ഇപ്പോൾ പലരും, ഏകാധിപതികൾ പലരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ തങ്ങളുടെ രാജ്യത്തും വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെയുള്ള 30 മിനിറ്റ് അട്ടിമറി, 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കേവലം 30 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മഡുറോയെ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് കാര്യമായ രക്തം ചിന്താത്ത കഠിനമായ ആക്രമണം ഉണ്ടായെന്ന് ശരിയാണ്, പക്ഷേ നാശനഷ്ടങ്ങൾ തോത് അറിയില്ല. മിലിറ്ററിയെ പൂർണ്ണമായി നിർവീര്യമാക്കി. അമേരിക്കൻ CIA അതിന് മുൻപ് തന്നെ പണി തുടങ്ങിയിരുന്നു. ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ CIA, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ പ്രവർത്തകർ, നേതാക്കൾ, ടെക്നീഷ്യൻസ് അവിടെ എത്തി വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കി. ഈ മഡുറോയുടെ നീക്കങ്ങൾ, ദിനചര്യകൾ എല്ലാം തന്നെ മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണത്തോടുകൂടി കൃത്യമായി രാത്രിയുടെ മറവിൽ മഡുറോയെ പൊക്കിക്കൊണ്ടുപോയി. ഇത് എവിടെയും സംഭവിക്കാം. ഒരുപക്ഷെ വടക്കൻ കൊറിയയിൽ കിം ജോങ് ഉന്നിന് നേരെ അത് സാഹസമായിരിക്കാം. കാരണം ആണവ ബോംബുകൾ ഉൾപ്പെടെ കൈവശമുള്ള നേതാവാണ് കിം ജോങ് ഉൻ. ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിൽ പല ഇടങ്ങളിലും അമേരിക്ക വിരുദ്ധ ഭരണകൂടങ്ങൾ, ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ഈ പരീക്ഷണങ്ങൾ, ക്യൂബയിൽ അരങ്ങേറാം. അമേരിക്ക വിരുദ്ധ സർക്കാരാണുള്ളത്. ഒരുപക്ഷെ കൊളംബിയ ഡ്രഗ് കാർട്ടലുകളുടെ കേന്ദ്രം കൂടിയാണ് തൊട്ടടുത്ത രാജ്യമായ കൊളംബിയ. അവിടെ ശക്തമായ അതിർത്തിയിൽ വലിയ സേനാവിന്യാസം ഉണ്ട്. കൊളംബിയ അതിർത്തി രാജ്യമായതുകൊണ്ട് വെനിസ്വേലയിൽ നിന്നും കൊളംബിയയിലേക്ക് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാം. ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ സന്നാഹങ്ങളാണ്. എന്നിരുന്നാലും അമേരിക്കയുടെ മുഷ്കിന് മുന്നിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ ഡിഫൻസ് കേപ്പബിലിറ്റീസ് വളരെ ദുർബലമാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ്. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക? ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ പ്രതികരണം എന്താണ്? ഇന്ത്യ പറയുന്നു, വി ആർ വിത്ത് ദി ഗ്ലോബൽ സൗത്ത്. ഇപ്പം ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നിടത്തെ ഒരു ദക്ഷിണ അർദ്ധഗോളം ആണല്ലോ ഗ്ലോബൽ സൗത്ത്. അവിടെ ഒരു പ്രമുഖ രാജ്യമാണ് എണ്ണ ഉൽപ്പാദക രാജ്യമായ വെനിസ്വേല. ഇന്ത്യക്ക് എണ്ണ ഉൽപ്പാദന രംഗത്ത് വെനിസ്വേലയുമായിട്ട് വലിയ കച്ചവടമൊന്നും തന്നെ ഇല്ല. പക്ഷേ വെനിസ്വേലയ്ക്ക് ചൈനയുമായി വലിയ വ്യാപാര ബന്ധമുണ്ട്, മറ്റ് പല രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ട്. ഗ്ലോബൽ സൗത്ത്, അതായത് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ മേഖലയാണ് ഗ്ലോബൽ സൗത്ത്. അവിടെയുള്ള സ്ഥിരത അത് ഇന്ത്യയുടെ വിഷയമാണ് എന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ ഇന്ത്യ ഇതിന് കാര്യമായ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതല്ലാതെ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. ബുദ്ധിപരമായ സമീപനമായി തോന്നാം. പക്ഷേ ക്രെഡിബിലിറ്റി ഓഫ് ഇന്ത്യസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദാറ്റ് മേ ബി സബ്ജക്റ്റ് ടു ലിറ്റ്മസ് ടെസ്റ്റ്. അതുകൊണ്ട് ഇവിടെ ലോകരാജ്യങ്ങളൊന്നൊന്നായി പ്രതികരിക്കുകയാണ്. റഷ്യ പ്രതികരിച്ചു കഴിഞ്ഞു, വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു കഴിഞ്ഞു. ചൈനയുടെ പ്രതികരണം വളരെ മൈൽഡാണ്, അവർ നോക്കിക്കാണുകയാണ്. ഇപ്പോൾ ചൈന ബന്ധം കൂടിയാണ് ഈ പതനത്തിന്, വെനിസ്വേലയുടെ പതനത്തിന് ഒരു കാരണം. ചൈനയുമായി ഗാഢമായ ബന്ധം പുലർത്തുന്നു എന്നതാണ്. ഒരുപക്ഷെ അമേരിക്ക ആഗ്രഹിക്കുന്നത്, ഈ അമേരിക്കയുടെ തന്നെ ഒരു പദ്ധതിയായിരുന്നു, 2 നൂറ്റാണ്ട് മുമ്പുള്ളൊരു പദ്ധതിയായിരുന്നു മൺട്രോ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ. മൺട്രോ ഡോക്ട്രിൻ്റെ അതിവൃത്തം എന്ന് പറഞ്ഞാൽ അമേരിക്ക മേഖലയിൽ, വടക്കൻ തെക്കൻ അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ മേഖലയിൽ സ്പാനിഷ് ഫ്രഞ്ച് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാകരുത്. കോളനി വാഴ്ചയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മാത്രം നിയന്ത്രണത്തിലാവണം ആ മേഖല മുഴുവൻ. ആ ഡോക്ട്രിൻ ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുത്തുകൊണ്ട് ചൈനീസ് ഹെൽപ്പ് അല്ലെങ്കിൽ ചൈനീസ് താല്പര്യങ്ങൾ അവിടെ വെനിസ്വേല സംരക്ഷിക്കുന്നു എന്നതുകൂടിയാവാം ഒരു പക്ഷേ അമേരിക്കയെ പ്രകോപിപ്പിച്ച അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച ഒരു കാര്യം. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ സങ്കീർണമായ ഒരു ലോക രാഷ്ട്രീയമാണ് പുതുവത്സരം സമ്മാനിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രേക്ഷകരെ, ഭയപ്പെടുത്താൻ വേണ്ടിയല്ല. മാതാ വാങ്ക ഉൾപ്പെടെയുള്ള പ്രവചന വിരുദ്ധുള്ള ആളുകൾ മുൻപേ പ്രവചിച്ചു വെച്ചു 2026 മഹായുദ്ധങ്ങളുടെ, ലോകത്തെ മഹായുദ്ധങ്ങളുടെ വർഷമായിരിക്കും. ഒരുപക്ഷെ അമേരിക്ക
ചില ലക്ഷ്മണ രേഖകൾ അതിലംഘിച്ചാൽ വ്യാപകമായ യുദ്ധത്തിനുള്ള, ലോകത്തെ മഹായുദ്ധങ്ങൾക്കുള്ള സാധ്യതയുടെ വാതായനങ്ങളാണോ തുറന്നിടുന്നത് എന്ന സംശയം അവശേഷിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ വെനിസ്വേലയിലെ സാഹസം ഇപ്പോൾ നമ്മൾ അവലോകനം ചെയ്യുന്നത്.